9ാം ക്ലാസ്സുകാരി പ്രസവിച്ചു. 8ാം ക്ലാസ്സുകാരനെതിരെ പോലീസ് കേസെടുത്തു. ഇരുവർക്കും 14 വയസ്സാണ് പ്രായം. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേരുന്നു. ജെയിൻ, എന്താണ് ചോദിക്കേണ്ടതെന്ന് പോലും അറിയില്ല. കിട്ടിയ വിവരങ്ങൾ പറയും. ദിവിഷ, വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. സ്കൂൾ അവധിക്കാലത്ത് ബന്ധുവീട്ടിലെത്തിയപ്പോഴാണ് കുട്ടി ലൈംഗികമായിട്ടുള്ള ചൂഷണത്തിന് ലൈംഗികമായി പീഡിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിക്ക് വയറുവേദന ഉണ്ടാവുകയും തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ. ഇടുക്കിയിൽ 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയായിരിക്കുകയാണ്. ഇതിന് കാരണമായ ഉത്തരവാദിയായ ചെറുപ്പക്കാരനാണെങ്കിൽ 14 വയസ്സുള്ള ഒരേ പ്രായത്തിലുള്ള ഒരു പയ്യനും. ലോകത്തിൻ്റെ ഓരോ പോക്കേ. ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളുടെ അവസ്ഥയാണിത്. പണ്ടൊക്കെ 14ഉം 13ഉം വയസ്സുള്ള കുട്ടികൾ ബാലരമയും ഒക്കെ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമല്ല. ഈ ഫോണിൻ്റെ ഉപയോഗം വന്നതോടെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ഫോണിൽ കൂടെ കണ്ടു മനസ്സിലാക്കിയിട്ട് അവരത് ആവർത്തിച്ച് ചെയ്തു നോക്കുകയാണ്. എങ്ങനെയുണ്ട് ഇത് ചെയ്താലെന്ന് ഉള്ള രീതി അങ്ങനെയായി മാറിയിരിക്കുകയാണ്. ഹൈടെക് യുഗമെന്ന് പറയലേ, അതാണിത്. ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു കുട്ടികൾക്ക്. അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്കും നേരമില്ലാതായിരിക്കുകയാണ്. തിരക്ക് പിടിച്ച ജീവിതമാണിപ്പോൾ മാതാപിതാക്കളുടെ. മക്കളെ ശ്രദ്ധിക്കാനോ അവരെന്താണ് ചെയ്യുന്നതെന്നോ, റൂമിൽ കതകടച്ച് കയറിയിരിക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നതെന്നോ ഒന്നും നോക്കാനുള്ള ഒരു സമയം അവർക്കില്ല. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മക്കൾ ചെയ്തു കൂട്ടുന്നത്. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കുറച്ച് കാലങ്ങളായിട്ട് പിണങ്ങി പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനൊരു ബന്ധത്തിൽ ഏർപ്പെടുകയും കുട്ടിക്ക് വയറുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഗർഭിണിയായിരുന്നുവെന്ന് അറിയാൻ സാധിക്കുകയും ചെയ്തത്. ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയുണ്ടായി. ഇതൊന്നും മാതാപിതാക്കൾ അറിയുകയില്ല എന്ന് പറയുന്നത് ഈ 10 മാസം കഴിഞ്ഞു പോകുമ്പോൾ വയറിന് ഉള്ള മാറ്റങ്ങൾ, കുട്ടിക്കുണ്ടാകുന്ന മാറ്റങ്ങളൊന്നും അറിയുകയില്ല എന്ന് പറയുന്നത് വളരെ ഭയങ്കരമാണ്. ഗർഭിണിയാകുന്ന ആ ആദ്യത്തെ മാസം മുതൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ 9 മാസം കഴിഞ്ഞ് കഴിയുമ്പം കുട്ടി പ്രസവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച. ഇത് 14 വയസ്സുകാരനും 2 പേരുടെ അറിവോടുകൂടിയാണ് ഈ ഇങ്ങനൊരു സംഭവം നടന്നേക്കുന്നത്. ഈ 14 വയസ്സുകാരനെ പോക്സോ കേസിൽ അകപ്പെടുത്തുകയും അവനെ ജുവനൈൽ ഹോമിലെങ്ങാണ്ട് ആക്കിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കുട്ടികൾക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം പ്രായപൂർത്തിയാകുമ്പോൾ വിവാഹം കഴിപ്പിക്കുക, അതേ ഇനിയുള്ള മാർഗമായിട്ട് തോന്നുന്നുള്ളൂ. അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ നേരത്തെ ഇവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് കാര്യങ്ങൾ നീക്കേണ്ടതായിരുന്നു. ഇതൊന്നും ചെയ്യാതെ അവരവരുടേതായ രീതിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കി തെറ്റിപ്പിരിഞ്ഞ് മകളെ, ഒരു പെൺകുട്ടിയാണെന്ന് ഓർക്കണം, ഒറ്റയ്ക്ക് താമസിപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് തന്നെയാണ്. പിതാവിന് അത്രയും ഉത്തരവാദിത്വം ഇല്ലെങ്കിലും മാതാവിന് എന്തായാലും ഒരു പെൺകുട്ടിയുടെ മേലെ ഒരു കണ്ണ് വേണ്ടതാണ്. ഒരു 10 വയസ്സ് കഴിയുമ്പം തൊട്ടേ മാതാപിതാക്കൾ, പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ അവരെ അതുപോലെ കെയറിങ് ചെയ്യുന്ന കാലമാണ്. അല്ലെങ്കിൽ അതുപോലുള്ള ആപത്തുകളിലാണ് ഇപ്പം ചെന്നുവിടുന്നത്. പണ്ടത്തെ കാലമൊന്നുമല്ല. കുട്ടികൾക്ക് വേണ്ടുന്ന ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ ഒക്കെ സ്കൂളുകളിലൊക്കെ നടക്കാറുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ കുട്ടികൾ ഓരോ നീച പ്രവൃത്തികൾ കാട്ടിക്കൂട്ടുകയാണ്. കഴിഞ്ഞ ദിവസവും ഇതുപോലൊരു സംഭവം ഉണ്ടായി. ആലപ്പുഴയിലോ കൊല്ലത്തോ അവിടെ കണ്ടാണ് ഇതുപോലൊരു സഹോദരൻ്റെ കുട്ടീനെ സഹോദരി പ്രസവിച്ചു. അതും ഇതുപോലെ 14 വയസ്സ് 16 വയസ്സ് അങ്ങനെങ്ങാണ്ട് പ്രായമുള്ള കുട്ടികളാണ്. കലികാലം എന്ന് പറയുന്ന കേട്ടിട്ടേ ഉള്ളൂ. ഈ 2025 ജനുവരി തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ കേൾക്കുന്നത് മുഴുവനും. ഓരോ ദിവസം ചെല്ലുമ്പോഴും ഒരു ദിവസം പോലും ഇല്ല യാതൊരു നല്ലൊരു വാർത്ത കേൾക്കാത്ത ഒരു ദിവസവും ഇല്ല. മോശമായ വാർത്തകൾ മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
ഒന്നെങ്കിൽ കൊലപാതകം, അല്ലെങ്കിൽ പോക്സോ കേസ്, അമ്മേനെ മകൻ കൊന്നു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പം നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു കണക്കിന് സത്യമായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും കേരളം ഒരു ഭ്രാന്താലയമാണ്. നമ്മളെല്ലാം പറയായിരുന്നു ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന്. ഇപ്പോൾ ആ നാടൊക്കെ മാറിപ്പോയേക്കുക. തനി ഭ്രാന്താലയം തന്നെയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയൊരു വരെ ക്രിമിനൽ കുറ്റങ്ങളാണ്. സഹോദരങ്ങളെ പോലും തിരിച്ചറിയാൻ പറ്റത്തില്ലാതെ ബന്ധത്തിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു ലോകത്തിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. മാതാപിതാക്കൾ തമ്മിലുള്ള പരസ്പര ബന്ധമില്ലായ്മ. വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ടി വിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ തോണ്ടിക്കൊണ്ടിരിക്കുക. മക്കളും അതുപോലെ തന്നെ. എന്താ ചെയ്യുന്നതെന്നൊന്നും അവർക്കാർക്കും ചിന്തിക്കാനുള്ളതോ നോക്കാനുള്ളതോ ഒന്നുമുള്ള സമയമില്ല. ഫീസ് കൊടുക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, അങ്ങനെ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോയേക്കുന്നു. കുട്ടികളും അതനുസരിച്ച് മാതാപിതാക്കളോട് ബന്ധമില്ല, ഒരു കാര്യങ്ങൾ തുറന്നു പറയാറില്ല. ഒന്നാമത് നമ്മുടെ വീട്ടിൽ ഒരു ലെവലിൽ തന്നെ പോയാൽ, ഒരു അച്ചടക്കത്തിൽ പോയാൽ, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു നല്ലൊരു ബന്ധത്തിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. കുട്ടികളുടെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവരുടെ മുഖം എങ്ങനെയാണ്, നല്ല സന്തോഷത്തോടെയാണോ വരുന്നത് അതോ അവരുടെ മുഖത്ത് വിഷമമാണോ എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും തന്നെ അങ്ങനെ ശ്രദ്ധിക്കുന്നവരാണ് മിക്കവരും. അങ്ങനെ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നെന്ന് പോലും, അവർക്ക് ഇന്നുണ്ടായ വിഷമം എന്താ, ഇന്ന് സ്കൂളിലുണ്ടായ സംഭവം എന്താ എന്ന് പോലും തിരക്കാത്തത് മൂലമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഒരു നേരം, എല്ലാ നേരവും നമുക്ക് ഒന്നിച്ചിരുന്നൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. എന്നാലും വൈകുന്നേരത്തെ എന്തായാലും ആ അത്താഴം കഴിക്കുന്ന സമയങ്ങളിൽ മാതാപിതാക്കൾ കുട്ടികളും ഒന്നിച്ചിരുന്ന് ഒന്നാമത് ഭക്ഷണം കഴിച്ച് ഒരു ടേബിളിനടുത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരത്തെ പ്രാർത്ഥനകളിൽ പങ്കെടുപ്പിക്കുക. പിന്നെ കുട്ടികളുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക, ഓപ്പണായി സംസാരിക്കുക, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, ഫ്രീ ആയിട്ട് മാതാപിതാക്കളോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുക്കുമായിരുന്നെങ്കിൽ കുട്ടികൾ കുറേയൊക്കെ നമ്മുടെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കും. ഇതൊന്നുമില്ലാതെ അവരവരുടെ കാര്യം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ലെവലിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും മാതാപിതാക്കൾ തൻ്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് വളർത്താൻ നോക്കുക. നാളേക്ക് തനിക്ക് തന്നെ നോക്കേണ്ട ഒരു നല്ല പൗരൻ ആയി വളരണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി തനിക്ക് താങ്ങും തണലും ആകേണ്ടവരാണെന്ന് കരുതി നല്ലൊരു രീതിയിൽ വളർത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാതെ ഒരുവിധം നല്ല ലെവലിൽ തന്നെയെങ്കിലും ആക്കിയെടുക്കാൻ പറ്റുക. വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരെ ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യുക. നമ്മുടെ ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോയി ആക്കുകയോ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുകയോ ചെയ്യുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. അതിലല്ല നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ, അച്ചടക്കത്തിൽ, അതെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.